ഹലോ, ഇന്ന് നമ്മൾ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്തെന്നാന്നല്ലേ, നമ്മൾ ബാക്കി വരുന്ന ചോറ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉഴുന്ന് വട ഉണ്ടാക്കിയാലോ. എന്നാൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ വീഡിയോ. എന്നാൽ പിന്നെ തുടങ്ങാല്ലേ. 2 കപ്പ് ചോറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ബാക്കി വന്ന 2 കപ്പ് ചോറ് എടുക്കുന്നുണ്ട്. പിന്നെയോ അത് നേരെ കൊണ്ടുപോയി നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഒരു കപ്പ് വെള്ളവും പറഞ്ഞ് നല്ല പോലെ ഫൈനാക്കി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 കപ്പ് ചോറിന് 1 കപ്പ് വെള്ളം. ശ്രദ്ധിക്കണേ നിങ്ങൾ, നല്ല പോലെ ഫൈനാക്കി അരക്കണേ. ആവശ്യത്തിന് ഉപ്പും മാത്രം ചേർക്കുക, ആരും ഉപ്പ് കൂടുതൽ ചേർക്കരുതേ. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് നല്ല പോലെ മിക്സിയിലിട്ട് അരച്ചിങ്ങെടുക്കണം. നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കിട്ടാൽ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ നമ്മൾ അരച്ചിരിക്കുന്നേരം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. എന്നാൽ നേരെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് 1 സവാള ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ നമുക്ക് വേണ്ടത് എരിവിനനുസരിച്ച് മുളകാണ്. നമ്മളിപ്പോൾ 3 മുളക് എടുത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുനുകുനാ അരിഞ്ഞ് നമ്മൾ ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞ് ഇഞ്ചിയും കേട്ടോ 1 സ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് തൈരാണ്. 1/4 കപ്പ് തൈരും ഇട്ട്, പിന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ ചേർക്കുന്നില്ല, കുറേശ്ശെ ചേർത്ത് നല്ല പോലെ കുഴച്ചിങ്ങെടുക്കണം കേട്ടോ. നല്ലോണം കുഴച്ച് മറിച്ച് തിരിച്ചിങ്ങെടുക്കണം. നമ്മൾ അരിപ്പൊടി എല്ലാവരുടെയും എത്തുന്ന തരത്തിൽ കുഴച്ചെടുക്കാം. 1 കപ്പ് മുഴുവനായി നമുക്കിതിലേക്ക് ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെയായി ചേർത്ത് നല്ല പോലെ കുഴച്ച് നമ്മൾ കൈമ പിടിക്കുന്ന സൈസിൽ നമ്മളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ നല്ലോണം അടിപൊളിയായിട്ട് തന്നെ എല്ലാം കൂടി മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയോ നമ്മൾ കുറച്ചും കൂടി അരിപ്പൊടി വേണ്ടിക്കൊണ്ട് കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് പിന്നെയും കുഴക്കുന്ന കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അപ്പാട് അരിപ്പൊടി കൊടുത്തിട്ട് നമ്മൾ കുഴക്കാനിടരുത് കേട്ടോ. കുറേശ്ശെ ചേർത്ത് എല്ലാവരും എത്തുന്ന തരത്തിൽ കുഴച്ചെടുക്കണം. കുറച്ച് മാത്രം ചേർക്കുക കേട്ടോ. അപ്പം നല്ല പോലെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുഴച്ച് നമ്മളെ കൈമേലൊന്നും നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന സൈസിലാക്കി നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. അത് ഞങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. നമ്മൾ ബാക്കി വെക്കുന്ന ഓരോ ചോറിനും ഓരോരോ അവകാശികളുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കേണ്ട ചോറാണ് നമ്മൾ ഈ ചാടിക്കളയുന്നത്. അങ്ങനെ ചാടുന്നതിലും നല്ലത് നമ്മളത് എന്തെങ്കിലും ആക്കി വൈകുന്നേരം ചായ കൂട്ടുന്നല്ലേ. അപ്പം നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാക്കി കിട്ടുന്നില്ലേ, ഇതുപോലെ കിട്ടണം. അപ്പം നമ്മൾ അരിപ്പൊടി ഇത്രയും ബാക്കി വന്ന് കേട്ടോ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടില്ല, 1/4 കപ്പിൽ കുറവ് മാത്രമേ നമ്മളിപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മളോട് കരിയമ്പിൻ്റെ ചപ്പ് അപ്പം തന്നെ ചേർക്കാൻ മറന്നായി കേട്ടോ. അതുകൊണ്ട് കരിയമ്പിൻ്റെ ചപ്പ് ചെറുതാക്കി മുറിച്ച് അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ വീണ്ടും കുഴച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കൊരു പണിയുണ്ട്. എന്തെന്നാന്നല്ലേ, ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വാരണം. ഇത് നമുക്ക് പൊരിച്ചെടുക്കണ്ടേ. അപ്പം നമ്മൾ വെളിച്ചെണ്ണയും പാർന്ന് നല്ല തിളക്കാൻ വേണ്ടി വെക്കണം. പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് കൈ കുത്തണം. എന്തിനാന്നല്ലേ, നമുക്കിത് പരത്തി എടുക്കാനാട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൈമലായാൽ നേരെ നമ്മൾ ഈ മിക്സ് എടുത്ത് ഉരുട്ടി ഇങ്ങെടുക്കണം. അപ്പോൾ ഉരുട്ടി പരത്തി നമ്മൾ ഉഴുന്ന് വടേൻ്റെ ഷേപ്പിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ നടുവിലെല്ലാം ഓരോ ഓട്ടെല്ലാം ഇട്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളെ കൈമേൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചൂട് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് ചെറുതായി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് മാത്രം ദൂരോട്ട് നിന്ന് മാത്രം ഇടുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ നമ്മൾ പാടില്ല. കാരണം നമ്മൾ ചോറ് തന്നെ ആയതുകൊണ്ട് തന്നെ ഒന്നും മൊരിഞ്ഞ് വരാതെ നമ്മൾ മറിച്ചിട്ടാൽ നമ്മളെ സ്പൂണുമേലേക്ക് ഇത് പറ്റിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് മൊരിഞ്ഞ് കളർ ചെറുതാക്കി ഷെയ്ഡായിട്ട് വന്നാൽ മാത്രമേ നമ്മളെപ്പോൾ മറിച്ചിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ വെള്ളം കൈമലായതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ഇടുക. നമ്മളിപ്പോൾ ഉഴുന്ന് വടേൻ്റെ സൈസിലാണ് എടുത്തിട്ടേ. അല്ലെങ്കിൽ നിങ്ങളൊരു സ്പൂൺ കൊണ്ട് കോരി ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ടേസ്റ്റ് രണ്ടും ഒരേ ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ മുഖത്തേക്ക് പൊട്ടുന്നത് എപ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഞാൾ പറഞ്ഞാന്ന്, ഇത് ഇവർ പറഞ്ഞാന്ന് ഐഡിയ അല്ലേ, ഈത്താത്ത പറഞ്ഞാന്നല്ലേ എന്നും പറഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മുഖത്ത് പൊട്ടിത്തെറിച്ചാൽ നമ്മൾ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. സത്യം ഇത് നമ്മൾ
മുഖത്തേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണേ. എന്ത് വെള്ളം ഒരിക്കലും തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ എപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ഇടുക. അപ്പം ഒന്ന് കളറ് മാറിയാൽ നമ്മളെ വട മാച്ചിടണം കേട്ടോ. അങ്ങനെ നമ്മൾ 2 ഭാഗം ഒരു ഗോൾഡൻ ഗോൾഡനല്ല, കുറച്ച് കൂടി ഒന്ന് ക്രിസ്പി ആയാൽ നമ്മൾ ഈ ഉഴുന്ന് വട നമുക്ക് ഇതിൽ നിന്നും മാറ്റാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അടിപൊളിയായിട്ട് ചട്നിയും കൂട്ടി തിന്നാൻ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. അടിപൊളി ടേസ്റ്റാണ്. തക്കാളി ചട്നിയോ അല്ലേ തേങ്ങാ ചട്നിയോ, തക്കാളി ചട്നി ആയാലും ശരി, ഏതൊരു ചട്നി ആയാലും, അല്ലെങ്കിൽ നമ്മളെ തേങ്ങാ ചട്നി ആയാലും ശരി, അടിപൊളി കോമ്പിനേഷനാണ്. മസ്റ്റ് ട്രൈ. എല്ലാവരും നല്ലോണം ഉണ്ടാക്കി വെക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അത് ഞങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അടുത്ത പുതിയ വീഡിയോ ഇടാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ വരുന്നവരെ എന്നാൽ ബൈ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ്. അത് ഞങ്ങൾ പറയണ്ടല്ലോ, മസ്റ്റ് ട്രൈ. അടിപൊളി സാധനം കേട്ടോ. സൂപ്പർ.